First question, fifth term of an arithmetic sequence is 17 and the 10th term is 32. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ അഞ്ചാമത്തെ പദം 17ഉം 10ാമത്തെ പദം 32 ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കോമൺ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ, പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം നിങ്ങൾ പഠിപ്പിച്ചു തന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ടേംസ് 32ഉം അതുപോലെ 17ഉം ആണ്. അപ്പോൾ ടേമിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 32 - 17 ബൈ പൊസിഷനുകൾ ഏതൊക്കെയാണ് 10ഉം 5ഉം. അപ്പോൾ 10 - 5. ഓക്കെ, അപ്പോൾ 32 - 17 നമുക്ക് കിട്ടുന്നത് 15 ആണ്. അതുപോലെ 10 - 5 എന്ന് പറഞ്ഞാൽ 5 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. എത്ര കിട്ടൂടാ? യെസ്, 3 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം ഇവിടെ ഫിഫ്ത്ത് ടേം അല്ലെങ്കിൽ അഞ്ചാം പദം 17 ആണ്. അപ്പോൾ അഞ്ചാം പദത്തിന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? x1 പ്ലസ് എത്ര 4d എന്നാണ് നമ്മൾ എഴുതുക അല്ലേ. കാരണം നിങ്ങൾക്കറിയാം അഞ്ചാം പദം എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടണം? 4 കോമൺ ഡിഫറൻസ് കൂട്ടിയതാണ് അഞ്ചാമത്തെ ടേം. അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ ടേം നമുക്കറിയാം, ഇവിടെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. എത്രയാണ്? 17 ആണ്. ഈക്വൽ ടു x1 നമുക്കറിയില്ല, അതുകൊണ്ട് x1 എന്ന് തന്നെ എഴുതി. പ്ലസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 3 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 4 × 3. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 17 ഈക്വൽ ടു x1 പ്ലസ് 4 × 3 4 × 3 എത്രയാണ്? യെസ്, 12 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 12 ആണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ പ്ലസ് 12 ആണ്. ഈ പ്ലസ് 12 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും? യെസ്, ഈ പ്ലസ് 12 ലെഫ്റ്റിലേക്ക് പോയാൽ മൈനസ് 12 ആയിട്ട് മാറും അല്ലേ, -12. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. x1 അഥവാ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 17 - 12 അഥവാ 5 എന്നാണ് എന്ത് ചെയ്യുന്നത്? ആൻസർ കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 5 ആണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, സോ ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 5. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 92 ഇൻ ദി സീക്വൻസ്. 92ൻ്റെ പൊസിഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതായത് ഈ പൊസിഷൻ കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം അവിടെ ആദ്യം ഓൾജിബ്ര നമ്മൾ എഴുതണം അല്ലേ, അതായത് ബീജഗണിത രൂപം ആദ്യം കണ്ടെത്തണം. അപ്പോൾ ഓൾജിബ്ര എഴുതാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, dn + f - d ആണ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഡിയും എന്നും എഫും ഡി ഒക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾക്കറിയാം 3 ആണ്. എന്നിന് പകരം n എന്ന് തന്നെ കൊടുത്തു. പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം x1 ആണ്. 5 - 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാ വാല്യൂസും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫൈനലി ഓൾജിബ്ര കിട്ടും. എന്താണ് കിട്ടുക? 3n പ്ലസ് എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, നിങ്ങൾ ഫൈനലി ഓൾജിബ്ര കണ്ടെത്തുക. ഈ ഓൾജിബ്രയെ 92മായിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാണ്? 92 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 3n + 2 എന്ന് പറയുന്നത് 92 ആണ്. 3n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92 -2 ആണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഇവിടെ +2 ആണ്. ഈ +2 റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് -2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 3n ഈക്വൽ ടു 92ൽ നിന്ന് 2 പോയാൽ 90 ആണ്. സോ എന്നിൻ്റെ സ്ഥാനം നമുക്ക് കിട്ടും. ഇവിടെ 3n എന്ന് പറഞ്ഞാൽ 3 × n ആണ് അല്ലേ. 3n എന്ന് പറഞ്ഞാൽ 3 × n ആണ്. അപ്പോൾ ഈ ഇൻറ്റു എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഡിവിഷൻ അല്ലെങ്കിൽ ഹരണമായിട്ട് മാറും. ഓക്കെ, ഡിവിഷനായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്കറിയാം എത്ര? 90 / 3. 90 / 3 എത്രയാണ്? യെസ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. 3യും കട്ട് ചെയ്ത് പോയി. ഓക്കെ, 3യും 9ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്കറിയാം എത്ര വരും? 30 എന്നാണ് പറഞ്ഞിട്ട് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ 30 ആണ് എന്നിൻ്റെ വാല്യൂ. അതായത് ഈ ഒരു സീക്വൻസിലെ 30ാമത്തെ ടേം ആയിരിക്കും ഏത്? 92 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയണം. നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നേ ഉള്ളൂ. ഓൾജിബ്ര ആദ്യം എഴുതുക. ഈ ഓൾജിബ്രായിക്ക് ഇക്വേഷൻ കിട്ടിയാൽ ആ ഇക്വേഷനെ ആ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്യുക. അവിടെ നിന്ന് n കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോളോയിങ് സമ്മ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 1 + 2 + 3 + 4 എക്സെട്ര അപ് ടു 100 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിവിടെ എഴുതുകയാണ്. n × n + 1/2 ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് യെസ് എത്ര ടേംസ് ഉണ്ട്? 100 ടേംസ് ഉണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 ഇൻറ്റു ഞാൻ എഴുതുകയാണ് 100 ×
100 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 100 ഇൻറ്റു 100 + 1 എന്ന് പറഞ്ഞാൽ 101 ആണ് അല്ലേ, 101/2. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതാൻ പറ്റും 101 ഇട്ടിട്ട് 20 ഡിവൈഡഡ് ബൈ 2. ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കൂ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 50 എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ 50 ആണ് എന്ത് ഇവിടുത്തെ കൃത്യമായിട്ട് വരുന്ന ഈ 100 എണ്ണൽ സംഖ്യകളുടെ തുക. ഓക്കെ, തുടർച്ചയായിട്ടുള്ള 100 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ 50 എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇക്വേഷൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. n × n+1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 + 6 + 9 + 12 + 15 up to 300 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതായത് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം 3, 6, 9, 12, 15 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യാണ് അല്ലേ, സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലസ് ഇട്ട് കൊടുത്തിട്ട് എവിടെ വരെ നോക്കണം? 300 വരെയുള്ള സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കോമൺ ടേം പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ കോമൺ ടേം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം 3, 6, 9, 12, 15 എന്നൊക്കെ പറയുന്നത് 3യുടെ തന്നെ മൾട്ടിപ്പിൾ ആണ് അല്ലേ, 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 3 × 1 ആണ് 3, 3 × 2 ആണ് 6, 3 × 3 ആണ് 9, 3 × 4 ആണ് 12 എന്ന് പറഞ്ഞാൽ 3യുടെ മൾട്ടിപ്പിൾ ആണ് ഈ കാണുന്ന ഫുൾ ടേംസ്. ശരിയല്ലേ? യെസ്, അപ്പോൾ ശരിയാണ്. അപ്പോൾ ഇവിടെ 3 × 1 + 3 × 2 + 3 × 3 എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സീക്വൻസ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീക്വൻസിനകത്ത് എന്തിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും? 3യെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. 3നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കിട്ടുന്നത് 1 + 2 + 3 + 4 + 5+ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ് ടു എത്ര വരെ കിട്ടും? 100 വരെ കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ആദ്യമേ നോക്കുക 3, 6, 9, 12, 15 എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ മൾട്ടിപ്പിളാന്ന് നോക്കുക. ആ മൾട്ടിപ്പിളിനെ പുറത്തേക്ക് എടുത്ത് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആക്കി മാറ്റുക. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 1 തുടങ്ങിയിട്ട് 100 വരെയുള്ള സമ്മ് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് 50 ആണ് അല്ലേ. ഓക്കെ, 50 ആണ് 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അത് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്? 3 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 3 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? നിങ്ങൾ ചെയ്ത് നോക്കണേ, കാൽക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര കിട്ടും? 15150. ഓക്കെ, 15150. റെഡി. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആൻസർ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ 3, 6, 9 up to 300 വരെയാണ് ചോദ്യം. അപ്പോൾ 300 വരെയാണ് ചോദ്യമെങ്കിൽ 3ന് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. ബാക്കിയുള്ളതൊക്കെ എണ്ണൽ സംഖ്യകളുടെ തുകയായിരിക്കും. ഓക്കെ, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. 50 ആണ്. ഈ 50 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 8, 14, 20 എക്സെട്ര. ഓക്കെ, 8, 14, 20 അപ് ടു സംതിങ്. ഓക്കെ, ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന സീക്വൻസ്. ഇതിൽ കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം x2 - x1 അല്ലേ. രണ്ടാമത്തതിൽ നിന്ന് ആദ്യത്തെ കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. എല്ലാവർക്കും അറിയാം 14ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? യെസ്, 6 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് തെറ്റിക്കരുത്, ഒരു കാരണവശാലും തെറ്റിക്കരുത്. ഈ ചെറിയ മിസ്റ്റേക്കുകളൊന്നും വരുത്തരുത് കേട്ടോ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടും. എത്ര കിട്ടും? 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓൾജിബ്രായിക് ഫോം? ഓൾജിബ്രായിക് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾജിബ്ര നിങ്ങൾ എഴുതണമെങ്കിൽ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. dn + f - d ആണ് അല്ലേ. അപ്പോൾ dn എന്ന് പറയുന്നത് 6n പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ടേം ആണ് എടുക്കേണ്ടത്. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. അപ്പോൾ 8 മൈനസ് ഡിഫറൻസ് 6 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 8 - 6. റെഡി. അടുത്ത സ്റ്റെപ്പ് എഴുതുന്നു. 6n + 8 - 6 എത്രയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ചെയ്യാനറിയാലോ. യെസ്, അത് ചെയ്യാനറിയാത്ത ആരുമില്ല. 6n + 2. ഓക്കെ, റെഡി. അപ്പോൾ 6n + 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, ആൻസർ 6n + 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. റെഡി. അപ്പോൾ ഓൾജിബ്രായിക് ഫോം കിട്ടി 6n + 2.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 62. നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 62ൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഓൾജിബ്രായിൽ എന്ത് ഇട്ട് കൊടുത്താൽ മതി, ഈക്വൽ ടു 62 ഇട്ട് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ 6n + 2 ഈക്വൽ ടു എന്ത് വരും, 62 എന്ന് വരും. 6n എന്ന് പറഞ്ഞാൽ 62 - 2, ഓക്കെ 62 - 2, 6n എന്ന് പറഞ്ഞാൽ 60 വരും. ഓക്കെ 60 വരും. n ഈക്വൽ ടു 60/6. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത്. 60/6 10 ഓക്കെ 10ാമത്തെ ടേമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 10ാമത്തെ സംഖ്യ അല്ലെങ്കിൽ 10ാമത്തെ ഈ സീക്വൻസിലെ 10ാം പദമാണ് ഏത്, ഈ പറഞ്ഞ 62 നമുക്ക് കിട്ടുന്നത്. റെഡി. അപ്പോൾ ഫൈൻഡ് ദ പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എത്രാമത്തെ പൊസിഷനാണ്, 10ാമത്തെ പൊസിഷനിലാണ് 62 എന്ന ടേം വരുന്നത്. റെഡി, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദി സീക്വൻസ്. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Sn = n/2 × x1 പ്ലസ് xn. ഇതാണല്ലോ ഇക്വേഷൻ. യെസ്, ഇവിടെ n/2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ടേമുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 10 കൊടുക്കണം. അപ്പോൾ 10/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് ഈ സീക്വൻസ് നിങ്ങൾ നോക്കിയാൽ അറിയാം 8 ആണ് അല്ലേ, ഫസ്റ്റ് ടേം 8. അതുപോലെ xn എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രാമത്തെ ആണോ കണ്ടുപിടിക്കുന്നത് അതാണ് xn. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് 10 ടേംസിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, യെസ് x1 പ്ലസ് x10 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ xnന് പകരം നമുക്ക് എന്ത് ചെയ്യാം, x10 എന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ x10. റെഡി. അപ്പോൾ x10 നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്, 62 ആണ്. അപ്പോൾ 62 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും 10/2 ഇൻറ്റു 8ഉം 62ഉം കൂട്ടിയാൽ നമുക്ക് 70 കിട്ടുക അല്ലേ. അപ്പോൾ 70 ഇൻറ്റു 10 700/2. 700/2 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, നിങ്ങൾ സൈഡിൽ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ 3 2s are 6, ബാക്കി 10 വന്നു, 5 2s are 10 വന്നു. അപ്പോൾ 350 നമുക്ക് കിട്ടും. ഓക്കെ 350 എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ കിട്ടുന്നത്. അറിയാത്തവർക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 700 350 ആണ്. ഓക്കെ, അപ്പോൾ 350 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, സമ്മ് കിട്ടും കേട്ടോ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സമ്മ്, ദെർഫോർ സമ്മ് ഓഫ് ദിസ് സീക്വൻസ് ഈക്വൽ ടു, ഈ സീക്വൻസിലെ ഓക്കെ ദിസ് സീക്വൻസ്, ഈ സീക്വൻസിലെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര, 350 ആണ്. ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ പേപ്പറിൽ എഴുതണം. അതുപോലെ ഫൈനൽ സ്റ്റെപ്പും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ, ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. റെഡി. അപ്പോൾ ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതി വെക്കാനെങ്കിലും ശ്രമിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയാൽ പോലും ഇക്വേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാർക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. Sn = n/2 ഇൻറ്റു ഏതാണ്, n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ 99% കുട്ടികളും ചെയ്യാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അറിയാത്തവർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അറിയുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ആൻസറൊക്കെ അറിയുന്ന കുട്ടികൾ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആൻസർ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ദ 5th and 8th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ആർ ഇൻ ദ റേഷ്യോ 1:7. 5ാമത്തെയും 8ാമത്തെയും പദം തമ്മിലുള്ള റേഷ്യോ അംശബന്ധം നൽകിയിരിക്കുന്നു 1:7. അങ്ങനെയാണെങ്കിൽ 6th ടേമും 15th ടേമും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതുകയാണ്. x5:2, x8 ആണ് നൽകിയിരിക്കുന്നത് ഈ ചോദ്യത്തിൽ. ഓക്കെ, റേഷ്യോ നൽകിയിരിക്കുന്നത് 1:7 ആണ്. റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കണ്ടുപിടിക്കേണ്ടത് x6:2, x15 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമുക്ക്, ഇതിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യാത്ത കുട്ടികൾക്ക്, പഠിക്കാത്ത കുട്ടികൾക്ക് ഇതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിൻ്റെ മെത്തേഡ് അറിയുന്ന കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മെത്തേഡ് ആദ്യം പഠിക്കുക. മെത്തേഡിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ x5 എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം x5. ഓക്കെ, ഇതാണല്ലോ x5, ഇതാണല്ലോ x8. അപ്പോൾ x5നെ ഞാൻ 1 അല്ലെങ്കിൽ 1k എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, x5ന് ഞാൻ k എന്ന് കൊടുത്താൽ x8നെ എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, 7k എന്ന് കൊടുത്തൂടെ. റെഡി. x5ന് ഞാൻ k എന്ന് കൊടുത്താൽ x8നെ എനിക്ക് എന്ത് കൊടുക്കാം, 7k എന്ന് കൊടുക്കാം. അപ്പോൾ x5ന് ഞാൻ പകരം 1 × k എന്ന് കൊടുക്കുകയാണ്. x8ന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, 7k എന്ന് കൊടുക്കുകയാണ്. റെഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. x5ന് k എന്നും x8ന് 7k എന്നും കൊടുത്തു. ഇനി x8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 5ാമത്തെ ടേമിൽ കൂടെ എത്ര കോമൺ ഡിഫറൻസ്, 3 കോമൺ ഡിഫറൻസ് കൂട്ടിയതാണ് 8ാമത്തെ x8 എന്ന് പറയുന്നത്.
ഓക്കെ, x8 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ടേം x5ലൂടെ 3 ഡിഫറൻസ് കൂട്ടിയതാണ്. ക്ലിയർ? അപ്പോൾ x5 എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി k കൊടുത്തിട്ടുണ്ട്. ഇനി 3d എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, 3d എന്ന് കൊടുക്കാം. x8ൻ്റെ വാല്യൂ നിങ്ങൾക്ക് പറയാലോ 7k ആണ്. അപ്പോൾ ആ 7kയും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൃത്യമായിട്ട് കൊടുത്തു. ഇനി നിങ്ങളിവിടെ നോക്കുമ്പോഴറിയാം 7k = k പ്ലസ് 3d എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ പ്ലസ് k ഉണ്ട്. ഈ പ്ലസ് k ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്തായിട്ട് മാറും, -k ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എഴുതാം 7k - k = 3d എന്ന് കിട്ടും. കാരണം നമുക്കിവിടെ d ആണ് കണ്ടുപിടിക്കേണ്ടത്. d കണ്ടുപിടിച്ചിട്ട് നമുക്കിത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 7kയിൽ നിന്ന് k മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടും 6k എന്ന് പറയുന്നത് 3d കിട്ടും. ഈ 3d എന്ന് പറഞ്ഞാൽ 3 × d ആണല്ലോ, 3 × d ആണ്. അപ്പോൾ ഇൻറ്റു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം /3 ആവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും 6k / 3 = d. അപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടും എത്ര, 2k എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. d അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2k എന്ന് പറഞ്ഞിട്ട് കിട്ടും. വളരെ ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 1, 2, 3 തവണ കൃത്യമായിട്ട് കാണുക കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, 1, 2 തവണ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നല്ല ലെവലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടഫ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, വളരെ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അഥവാ നാളത്തെ പരീക്ഷ കുറച്ച് ടഫായാലോ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ d = 2k എന്ന് പറഞ്ഞിട്ട് കിട്ടി. റെഡി? അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതായത് x5 നമുക്കറിയാം. x5 എന്ന് പറയുന്നത് എത്രയാണ്, k ആണ് അല്ലേ, k ആണ്. അതുപോലെ x8 എന്ന് പറയുന്നത് 7k ആണ്. ഇപ്പോൾ ഡിഫറൻസ് നമുക്ക് കിട്ടി, ഡിഫറൻസ് 2k ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, കണ്ടുപിടിക്കേണ്ടത് x6ഉം അതുപോലെ തന്നെ x15ഉം തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാം ആദ്യം x6നെ കുറിച്ച് അറിയണം. x6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ x5ൻ്റെ കൂടെ ഒരു ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, x6 കിട്ടും. അതായത് 6ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്, 5ാം പദത്തിൻ്റെ കൂടെ എത്ര കൂട്ടണം, ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയതാണ്. അപ്പോൾ 5ാം പദത്തിന് പകരം നമുക്ക് കൊടുക്കാം, x5ന് പകരം k എന്ന് കൊടുക്കാം. അപ്പോൾ k പ്ലസ് ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 2k എന്ന് കൊടുക്കാം. അപ്പോൾ k + 2k എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനലി x6ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അതായത് 6ാമത്തെ പദത്തിൻ്റെ വാല്യൂ 3k എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് x6ൻ്റെ വാല്യൂ നമുക്ക് 3k എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അടുത്തതും കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഏതാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, x15 ആണ് അല്ലേ. അപ്പോൾ x15 എന്ന് പറഞ്ഞാൽ x8ൻ്റെ കൂടെ എത്ര ഡിഫറൻസ് കൂട്ടിയതാ, 8 കഴിഞ്ഞ് 9, 10, 11, 12, 13, 14, 15 അല്ലേ, 7 ഡിഫറൻസ് കൂട്ടിയതാണ്. റെഡി അല്ലേ? അപ്പോൾ 7 ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് ഈ പറഞ്ഞ x8ൻ്റെ കൂടെ 7 ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കിട്ടും, ഈ പറഞ്ഞ 15th ടേം കിട്ടും. അപ്പോൾ x8ന് പകരം നിങ്ങളിവിടെ നോക്കി, x8ന് പകരം നമ്മൾ എന്താ എടുത്തേക്കുന്നത്, 7k എന്നല്ലേ. അപ്പോൾ 7k പ്ലസ് 7 × ഡിക്ക് പകരം ഇനി എന്തെടുക്കണം, 2k എന്ന് എടുക്കണം. 2k. ഓക്കെ, 2k. അപ്പോൾ 2k എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 7k പ്ലസ് 7 × 2k. 7 × 2k എന്ന് പറഞ്ഞാൽ 7 × 2 എത്ര കിട്ടും, 14 എന്ന് കിട്ടും. അപ്പോൾ 14k. അപ്പോൾ 14ഉം 7ഉം കൂടി കൂട്ടിയാൽ നിങ്ങൾക്കറിയാം എത്ര കിട്ടും, ഫൈനലി 21 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, 21k എന്ന് കിട്ടും. ഓക്കെ ആണോ, 21k എന്ന് കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്. കുറച്ച് ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് x15ൻ്റെ വാല്യൂ കിട്ടി, എത്ര, 21k എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ x15ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 21k x15. ഇനി അടുത്തത് നമുക്ക് കണ്ടെത്തേണ്ടത് ഇത് തമ്മിലുള്ള റേഷ്യോ ആണ്. നമ്മൾ ആൻസറിലേക്ക് എത്തുകയായി. x6 = x15 ആണ് നമുക്ക് വേണ്ടത്. x6 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, 3k ആണ് അല്ലേ, 3k ആണ്. x15 എന്ന് പറയുന്നത് ഏതാണ്, 21k ആണ്. അപ്പോൾ 3k = 21k. ഇവിടെ k രണ്ട് സ്ഥലത്തും കോമൺ ആണല്ലോ, തമ്മിൽ കട്ട് ചെയ്ത് കളയാലോ. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടും, എത്ര കിട്ടും, 3:21 എന്ന് പറഞ്ഞിട്ട് കിട്ടും. എന്താണ് നമുക്ക് റേഷ്യോ കിട്ടുക, 3:21. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കാം. അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1:7 എന്ന് കിട്ടൂലേ. യെസ്, 1:7 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ റേഷ്യോ കിട്ടും.
ഓക്കെ 1:7 എന്ന് പറഞ്ഞിട്ട് റേഷ്യോ കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കരുത്, ഞാൻ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ഇട്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്. നമുക്ക് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ ഒരു കുട്ടി കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്തിരുന്നു, ഓക്കെ, ടഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാം, പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം നിങ്ങൾ. ഓക്കെ, പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററായിട്ട് ടീച്ചർ വരും, അതുപോലെ തന്നെ ഞാനും വരും. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തിട്ട് പോവുക. നമ്മളുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഇനി ഇക്വേഷൻസ് വേണമെങ്കിൽ അതും നമ്മൾക്ക് അപ്ലോഡ് ചെയ്ത് തരാവുന്നതാണ്. സോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.